ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആർ ജെ വ്ളോഗ്സ്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ രാത്രി ഇവിടെ എന്താ ചെയ്യണതെന്ന്. ആക്ച്വലി ഇപ്പോൾ ഇവിടെ രാത്രി ആയിട്ടില്ല, 6 മണി ആയിട്ടേ ഉള്ളൂ. പക്ഷേ നന്നായിട്ട് ഇരുട്ടാവുന്നുണ്ട്. ഒരു 5 മണി 5:30 ആകുമ്പോഴേക്കും നല്ല ഇരുട്ട് മസ്കറ്റിലാവുന്നുണ്ട്, ഒമാനിലാവുന്നുണ്ട്. ക്ലൈമറ്റ് മാറി, ഇപ്പോൾ ഇവിടെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അധികം തണുപ്പൊന്നുമില്ല, നമുക്ക് പുറത്തൊക്കെ ഇറങ്ങി നടക്കാൻ പറ്റുന്ന തണുപ്പ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒമാനിലെ നാഷണൽ ഡേ സെലിബ്രേഷൻസ് ഒക്കെയാണ്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് മസ്കറ്റിൽ എല്ലായിടത്തും ലൈറ്റിങ്സും നല്ല നല്ല ഡെക്കറേഷൻസ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നൊരു പ്ലേസ് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു പ്ലേസാണ്. ഞാൻ ഇതുവരെ അതിനെക്കുറിച്ച് എൻ്റെ വീഡിയോയിൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മസ്കറ്റ് പാലസ് ആണ്. ഓക്കെ, വളരെ ഫേമസ് ആയിട്ടുള്ള മസ്കറ്റ് പാലസ്. അപ്പോൾ ആക്ച്വലി സമയം ഒരു 6 മണി ആയിട്ടേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുട്ടായിട്ടുണ്ട്. നമുക്ക് നോക്കാം, അവിടെ ചെന്നിട്ട് എന്തൊക്കെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കാണാൻ പറ്റും നമുക്ക് നോക്കാം. ബട്ട് ഡെഫിനറ്റ്ലി ലൈറ്റിങ്സും ഡെക്കറേഷൻസൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു. അപ്പോൾ അധികം സംസാരിച്ച് സമയം കളഞ്ഞ് നമുക്ക് നേരെ മസ്കറ്റ് പാലസിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ പോകുന്ന പാലസ് അൽ അലാം പാലസ് ആണ്. ഞാൻ ഇൻട്രോയിൽ മസ്കറ്റ് പാലസ് എന്നാണ് പറഞ്ഞത്, ബട്ട് ആക്ച്വലി ഇതിൻ്റെ പേര് അൽ അലാം പാലസ് ആണ്. ബട്ട് നമ്മൾ ജനറലി മസ്കറ്റ് പാലസ് എന്നാണ് ഇവിടെ എല്ലാവരും പറയാറ്. അൽ അലാം പാലസ് എന്ന് അങ്ങനെ ആർക്കും അധികം അറിയുമോ എന്ന് എനിക്കറിയില്ല. പോകുന്ന വഴി നല്ല രസമായ കുറേ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഒരുപാട് ചെടികൾ കാണാം. ചെടികൾ മീൻസ് ഇൻ ദ സെൻസ് ഓഫ് ബോഗൻ വില്ലാസ്, അതുപോലെ തന്നെ നമ്മുടെ ഈന്തപ്പനകളിലൊക്കെ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പല കളർഫുള്ളായിട്ടുള്ള ലൈറ്റ്സ് കാണാൻ പറ്റും. റെഡ്, ഗ്രീൻ, അതുപോലെ തന്നെ വൈറ്റ് കോമ്പിനേഷനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത്. ബിക്കോസ് ഒമാൻ്റെ ഫ്ലാഗിൻ്റെ കളർ ആ ഒരു കളറാണ്. റെഡും ഗ്രീനും വൈറ്റും കമ്പൈൻ ചെയ്തിട്ടൊരു കളർ ആയതുകൊണ്ട് ഇവിടുത്തെ എല്ലാ ലൈറ്റിങ്ങിനും ആ ഒരു ടച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഏറ്റവും കൂടുതലുള്ള പൂക്കൾ ഇവിടെ ബോഗൻ വില്ലാസാണ്. എനിക്ക് തോന്നുന്നു ഒമാനിൽ മസ്കറ്റിൽ ഞാൻ കണ്ട ഏറ്റവും കൂടുതൽ പൂക്കളെന്ന് വെച്ചാൽ ബോഗൻ വില്ലാസാണ്. ഈ പോകുന്ന വഴിയെല്ലാം നല്ല മനോഹരമായ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതിമനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു അൽ അലാം പാലസിലേക്കുള്ള പോകുന്ന വഴികൾ. ഗൈസ്, ഇവിടുത്തെ ലൈറ്റിങ്സ് ഒരു രക്ഷയില്ല. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവർ വെച്ചിരിക്കുന്നത് നോക്കൂ കാണാൻ. സി, ദിസ് ഈസ് വൺ ഓഫ് ദ അമേസിങ് പ്ലേസസ് ഇൻ മസ്കറ്റ് എന്ന് തന്നെ പറയാം. എനിക്ക് തോന്നുന്നു രാത്രിയാണ് കുറച്ചുകൂടെ ഭംഗി ഇവിടെ കാണാൻ. ഞാൻ ആക്ച്വലി പകൽ വരാമെന്ന് വിചാരിച്ചേ, പക്ഷേ എനിക്ക് തോന്നുന്നു പകൽ വന്ന് ഇത്രയും ഒരു ബ്യൂട്ടിഫുൾ ക്യാപ്ചേഴ്സ് കിട്ടത്തില്ല. അപ്പോൾ എന്തായാലും എൻ്റെ ടൈമിംഗ് കറക്റ്റായിരുന്നു. നൈറ്റ് വന്നതുകൊണ്ട് എനിക്ക് ഇത്രയും ലൈറ്റിംഗ് ഒക്കെ കാണാൻ പറ്റി. കണ്ടോ, ഈ എല്ലാ ചെടിയിലും ലൈറ്റിങ്സ് ഇട്ടിട്ടുണ്ട്. പലതരത്തിലുള്ള, ചിലപ്പോൾ ക്യാമറയിലൂടെ നിങ്ങൾക്ക് അത്രയും ഒരു ഭംഗി തോന്നില്ല, പക്ഷേ നേരിട്ട് പച്ച, നീല, അതുപോലെ തന്നെ ചുവപ്പ്, ഒരുപാട് അങ്ങനെ കുറേ ലൈറ്റ്സ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഭയങ്കര മിക്സിംഗ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നവർ.
ഈ ഒരു പ്ലേസിൽ നമ്മൾ കൂടുതൽ കാണാൻ പറ്റുന്ന ബിൽഡിങ്സ് എന്ന് വെച്ചാൽ മിനിസ്ട്രി ബിൽഡിങ്സ് ആണ്, മ്യൂസിയം ഉണ്ട്, അതുപോലെ തന്നെ റോയൽ ബിൽഡിങ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ നല്ല, മസ്കറ്റ് സ്വതവേ നല്ല നീറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ സിറ്റിയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ നല്ല നീറ്റാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഒരു ചപ്പ് ചവറുകളോ ഒരു വേസ്റ്റോ ഒന്നും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല. അതിമനോഹരമായിട്ടുള്ളൊരു പ്ലേസാണ് ഈ ഒരു പാലസിൻ്റെ ഈ ഒരു പ്ലേസ്. പിന്നെ ഇതിനടുത്ത് തന്നെ ജയിലുണ്ട്, മസ്കറ്റിലെ ജയിലുണ്ട്. പക്ഷേ ജയിലിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനടുത്ത് തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് വേറൊരു ദിവസം നമുക്ക് അവിടെ എല്ലാം പോയിട്ട് പറ്റുവാണെങ്കിൽ ഷൂട്ട് ചെയ്യാം. ഐ മീൻ ജയിലിൻ്റെ പരിസരങ്ങൾ അവിടെയൊക്കെ നമുക്ക് കാണിച്ചു തരാൻ പറ്റുവാണെങ്കിൽ ഷൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ഇനി നമ്മൾ നടന്നു പോകുന്നത് പാലസിൻ്റെ അടുത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ പുറമേയുള്ള കാഴ്ചകളെല്ലാം ആസ്വദിച്ചിട്ട് അൽ അലാം പാലസിൻ്റെ മുൻവശത്ത് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ 2 സൈഡ് മാർബിൾ കൊണ്ടുള്ള കവാടങ്ങൾ കാണാൻ പറ്റും. വലിയ കവാടങ്ങളാണ് ഇതെല്ലാം, ഓരോരോ ബിൽഡിങ്സിലോട്ട് പോകുന്ന കവാടങ്ങളാണ്. അതിലൂടെ കാറൊക്കെ പോകുന്നുണ്ടോ, എക്സിറ്റ് ആൻഡ് എൻട്രി എല്ലാം ഉണ്ട്. പിന്നെ ഇതിന് 2 വശങ്ങളിൽ മനോഹരമായിട്ടുള്ള ട്രീസ്, അത് നന്നായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കളർ കോമ്പിനേഷൻ കാണാൻ പറ്റും, വൈറ്റ്, ഗ്രീൻ ആൻഡ് റെഡ്. അപ്പോൾ ഇവരുടെ ഫ്ലാഗിൻ്റെ ഒരു കളർ കോമ്പിനേഷനാണ് ഇവരെല്ലാ ലൈറ്റ്സിലും കൊടുത്തിരിക്കുന്നത്. ആ കാണുന്നതാണ് അൽ അലാം പാലസ്. ഒരു സ്തൂപം കണ്ടോ, ഒരു ബിൽഡിങ്ങും ഒരു സ്തൂപം, അതാണ് അൽ അലാം പാലസ്. നമുക്ക് പാലസിനകത്തോട്ട് ഒരിക്കലും നമുക്ക് പെർമിഷൻ ഇല്ല. പുറമേ ഉള്ള കാഴ്ചകൾ മാത്രമേ വിസിറ്റേഴ്സിന് കാണാൻ പറ്റുള്ളൂ. ആ കാണുന്നതാണ് പാലസ്. ആ ഒരു കൊട്ടാരം നിങ്ങൾ കണ്ടോ, വലിയൊരു സ്തൂപമൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അതാണ് പാലസ്. അപ്പോൾ ഇത് പാലസിൻ്റെ മുൻവശമാണ്. അപ്പോൾ നമുക്ക് പാലസിലോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ പാലസിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഒത്തിരി കാഴ്ചകൾ കാണാനുണ്ട്. പിന്നെ ഈ ഒരു ടൈമിൽ ഈ ലൈറ്റിംഗ് കാണാൻ വേണ്ടി മാത്രം കുറേ പേര് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അവരെ കാണാൻ പറ്റില്ല. ഒരുപാട് പേര് അവിടെ ഉണ്ട്. ഇപ്പോൾ ഏകദേശം സമയം ഒരു 6:30 ആയി. നല്ല ഇരുട്ടുണ്ട്. പിന്നെ ഈ ലൈറ്റിൻ്റെയൊക്കെ ഒരു വെളിച്ചത്തിൽ നമുക്ക് നല്ല രീതിയിൽ അവിടെ ഈ ലൈറ്റും അതുപോലെ തന്നെ പാലസിൻ്റെ ഭംഗി നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ ഇനി പാലസിൻ്റെ അകത്തോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് അകത്തോട്ട് റോയൽ ഫാമിലിക്കും മിനിസ്റ്റേഴ്സിന് മാത്രമേ പെർമിഷൻ ഉള്ളൂ. വിസിറ്റേഴ്സിന് ഇവിടം വരെ മാത്രമേ അലൗഡ് ഉള്ളൂ. മാക്സിമം നമുക്ക് ഗേറ്റ് വരെ പോയിട്ട് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാം. പാലസിനകത്തോട്ട് ആർക്കും പ്രവേശനമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പാലസിൻ്റെ മുന്നിലുള്ള കാഴ്ചകൾ, പുറമേ ഉള്ള കാഴ്ചകൾ നമുക്ക് നന്നായിട്ടൊന്ന് കണ്ട് എൻജോയ് ചെയ്യാം. സോ ഇതാണ് അപ്പോൾ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അൽ അലാം പാലസ്. ഈ പാലസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 1972 ഈ ഒരു പാലസ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ കൂടുതലും നമ്മുടെ ഒമാൻ കിങ് വന്ന് സ്റ്റേ ചെയ്യുന്ന ഒരു പാലസാണ്. പിന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഫുൾ മാർബിൾസ് ആണ്. പിന്നെ ഒരുപാട് മരങ്ങൾ കൊണ്ടുള്ള ഒത്തിരി വർക്കും നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുമെന്ന് പറയാറുണ്ട്. പാലസിൻ്റെ ഗേറ്റിൻ്റെ 2 വശങ്ങളിലും മനോഹരമായിട്ടുള്ള ഗാർഡൻ കാണാൻ പറ്റും. ആ ഒരു ഫ്ലവറിൻ്റെ ഡെക്കറേഷൻ, അതൊരു സ്റ്റാർ മോഡലാണ് ഇവർ ആ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് ചെടികളും അതുപോലെ തന്നെ മരങ്ങളും പുല്ലും എല്ലാം ഉള്ളൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ പാലസിൻ്റെ 2 വശങ്ങളിലും.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ അൽ അലാം പാലസിൻ്റെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ആസ് യൂഷ്വൽ പറയുന്ന പോലെ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.